വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വിഭവമാണിത്. എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു വലിയ ഉള്ളി എടുത്ത് നമ്മൾ വലിയ ക്യൂബ്സായി കട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി. ഇത് ഏകദേശം ഒരു 20-25 വെളുത്തുള്ളി കാണും. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി പേസ്റ്റാണ് ആവശ്യം. അത് തയ്യാറാക്കാനായിട്ട് 4-5 ബിരിയാണി മുളക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ഗാർലിക് ആഡ് ചെയ്യാം. ഇത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിക്കൻ ആഡ് ചെയ്യാം. ഗാർലിക് ചിക്കൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കുന്നൊരു വിഭവമാണ്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഈ ചിക്കനും ഗാർലിക്കും എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനെല്ലാം ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് ഉള്ളിയാണ് ഞാനിതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ സമയത്താണ് നമ്മൾ എല്ലാ സോസുകളൊന്നും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു പിഞ്ച് പഞ്ചസാര, കുറച്ച് വിനാഗിരി, ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കനിലെ വെള്ളവും സോസിലെ വെള്ളവും എല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്തത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു സെമി ഗ്രേവി ചിക്കൻ വിഭവമാണ്. അതുകൊണ്ട് സാധാരണ ഗ്രേവി അധികം കാണില്ല. ഇനി ഗ്രേവി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.